എന്തേ? എൻ്റെ ഇപ്പോൾ ഒരാളുടെ മാഷിനെ കാണാൻ വന്നിട്ടുണ്ട്. ആ കയറി വരാൻ പറയും സാറേ. മാഷേ നമസ്കാരമുണ്ട്. നമസ്കാരം. നമസ്കാരമുണ്ട് മാഷേ. ഞാൻ ആകെ വിഷമത്തിലാണ്. ഇപ്പൊ സാറാണ് ഞങ്ങളെ കാണപ്പെട്ടത്. ഇരിക്കും, നിങ്ങൾ ഇരിക്ക്. ഇരുന്ന് സംസാരിക്കാലോ. എന്തേനോ? ഒന്നുമില്ല, എൻ്റെ മോളെ ഒരു 3 ഐറ്റത്തിന് പങ്കെടുക്കുന്നുണ്ട് മാഷേ കലോത്സവത്തിന്. എന്താണ്, ഏതൊക്കെയാണത്? ഭരതനാട്യം, കുച്ചിപ്പുടിയും നാടോടി നൃത്തം. നന്നായി നല്ല ഐറ്റംസുകളാണ്. അതൊക്കെ വേണം കുട്ടികൾക്ക്. അങ്ങനെ ഇപ്പൊ കാലത്ത് എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കണം കലാപരമായിട്ട്. അതെ അതെ, പഠിപ്പിക്കുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ ഭാര്യയ്ക്കും ഭയങ്കര ആഗ്രഹമാണ്. അതാ മാഷ പഠിപ്പിക്കണത്. മാഷാണ്. എന്തേ, കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഞാൻ പറയണോ, ഇതിൽ അറിയണ നല്ല മാഷ്മാരെ കൊണ്ട് പഠിപ്പിക്കണോ? ക്ലാസിക്കൽ ആവുമ്പോഴേ. അതെ, നന്നായിട്ട് കളിക്കുന്നുണ്ട് ഇപ്പൊ അവളെ. അപ്പൊ നന്നായിട്ട് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഡാൻസ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് സമ്മാനം കിട്ടിയില്ലെങ്കിൽ അത് രക്ഷാകർത്താക്കൾക്ക് ഒരു ഭയങ്കര വിഷമമല്ലേ? അങ്ങനെയൊന്നുമില്ല. അതിപ്പോ കളിക്കട്ടെ, കുട്ടികൾ ഓര് കളിക്കട്ടെ. അതെ, കുട്ടികൾ നന്നായി അവർക്ക് പെർഫോം ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അതെ, അത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കലോത്സവത്തിന് വരുമ്പോൾ 2 ജഡ്ജിമാർക്ക് നമ്മൾ അത് കണ്ടിരുന്നു. നമ്മളെ സദാനന്ദ മാഷും വിമല മാഷും. എന്തേനു? അല്ല, സദാനന്ദ മാഷും വിമല മാഷും അവരെ നമ്മൾ പോയി കണ്ടു. ഇനിയിപ്പോൾ സാറിനെയും കൂടി ഒന്ന് കാണാനുള്ളൂ. 2 ഐറ്റത്തിന് ജഡ്ജ് സാറാണെന്ന് അറിഞ്ഞു. അതാണ്. നിങ്ങൾ പിന്നെ സ്വാധീനിക്കാനായിട്ട് വന്നാണോ? അല്ല, അങ്ങനെ കൂട്ടണ്ട. അത് അങ്ങനെ നടക്കില്ല കേട്ടോ. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മാഷിനെ ഇപ്പോൾ നിങ്ങൾ വന്നപ്പോൾ മന്മഥമാസം നല്ല പേര് നിങ്ങളുടെ ഓർക്കുന്നുണ്ട്. ഞാനത് നിങ്ങൾ വന്നപ്പോൾ ഞാൻ എന്താ പറഞ്ഞ് ഇന്ന് അതിന് കിട്ടൂല. ഞാൻ പറഞ്ഞേക്ക് നിങ്ങൾ ഇജാതി പരിപാടിക്കൊന്നും ഞാൻ നിൽക്കാറില്ല. ഞാൻ കലേനെ അതങ്ങനെ ഇതായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അല്ല, എന്തായാലും ഇതിന് പൈസക്ക് വേണ്ടിയാണല്ലോ എല്ലാവരും മനക്കെടുത്ത്. അങ്ങനെയല്ല. നിങ്ങളുടെ പേരെന്താ പറഞ്ഞ്? എൻ്റെ പേര് സത്യശീലൻ. സത്യശീലൻ സാറേ, ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ, കലയും അത് കാശും വ്യത്യാസമുണ്ട്. അതെനിക്കറിയാം. അപ്പൊ കാശ് പറഞ്ഞാലും നമുക്ക് കാശ് ജീവിക്കാൻ വേണം. പക്ഷെ കല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈശ്വരൻ തരുന്നതാണ്. നമുക്ക് അതിട്ടിട്ട് നമുക്ക് കളിക്കാൻ പറ്റൂല. അതിട്ട് കളിക്കണ്ട. ചെറിയൊരു രീതിയിലൊരു അതെ, ഒന്നും ചെയ്യാൻ പറ്റൂല. അല്ല, അത് നിങ്ങൾ അവരെന്നെ പോയി കണ്ടോളി. എന്നാല് അതെ, അതാ നടക്കുള്ളൂ. അല്ല, അത് എന്നെ കണ്ടിട്ട് കാര്യമില്ല. ഞാൻ അത് ചെയ്യൂല. അത് നിങ്ങൾക്ക് ഞാൻ അങ്ങനെയാണ്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഒട്ടുക്ക് അങ്ങനെയാണ്. ഇപ്പം നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് എൻ്റെ ചരിത്രം അറിയില്ല. എൻ്റെ വാപ്പ എന്നെ ഉണക്കമീൻ ഇട്ടിട്ട് അറിയാം. നിങ്ങൾക്ക് ഉണക്കമീൻ ഇട്ടിട്ടാണ് എൻ്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടുള്ളതും ഇത്രയും വളർത്തിയത്. അപ്പോൾ ഞാൻ അതിൻ്റെ സങ്കടം പറയല്ല. അപ്പോൾ ഞാൻ കലാരംഗത്ത് അങ്ങനെ ഇതിനൊക്കെ എത്തിയിട്ടുണ്ട്. എൻ്റെ വാപ്പയാണ് അതിന് കാര്യം. അപ്പോൾ എൻ്റെ വാപ്പ പറഞ്ഞ കാര്യം തന്നെ ഞാൻ ഒന്നും കൂട്ടാക്കൂല. അതെ, അപ്പൊ കുറച്ച് പൈസ നിങ്ങൾക്ക് കൂടുതൽ തരാന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ്? പൈസ ആവശ്യമില്ല മാഷെ. ഞാൻ ഇഷ്ടം പോലെ പൈസ. നിങ്ങൾക്ക് അറിയാം എത്ര വിദേശ പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയോ? നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ ജാതി പരിപാടിക്ക് വരണ്ടാന്ന്. നിങ്ങൾ മമ്മദ് മാഷ് വരുന്ന ഇപ്പൊ നിങ്ങൾ പൊക്കോളി. അതാ നല്ലത്. ഞാനൊന്ന് സംസാരിക്കാം. അതെ മാഷേ, ഈ സാറിൻ്റെ കുട്ടിക്ക് സമ്മാനം കിട്ടിയില്ലെങ്കിൽ ആ പ്രദേശത്ത് പഠിക്കുന്ന എൻ്റെ എല്ലാ കുട്ടികളും നഷ്ടമാവും. അതുമല്ല, ഇയാളെൻ്റെ കാല് തല്ലി ഒടിക്കുമെന്ന് പറഞ്ഞേക്കാം. മാഷ് ഒരു കാര്യം ചെയ്താൽ മതി. കുട്ടിയെ തിരിച്ചറിയാനായിട്ട് ഞാൻ കാലിലൊരു കറുത്ത റിബൺ ചുറ്റാം. കുട്ടി മുരുക പറഞ്ഞോ കളിക്കണം. ഇത് പോരെങ്കിൽ വാട്സാപ്പിൽ ഞങ്ങൾ ഇന്ന് കുട്ടിയുടെ ഡ്രസ്സ് ഇട്ട് ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തരാം. നിങ്ങൾ കറുത്ത റിബൺ, നിങ്ങൾ ചുമന്ന റിബൺ എന്താ വെച്ചാൽ കെട്ടിക്കോളാം കുട്ടികളുടെ കാലുമേയും കയ്യുമേ. നിങ്ങൾക്ക് അതൊക്കെ പറ്റും. എന്നെ കൊണ്ട് പറ്റില്ല. എന്താ നിനക്ക് പറ്റില്ല? നിങ്ങളൊരു കാര്യം മനസ്സിലായി. നിങ്ങൾ അവിടെ ഇരിക്ക്. നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാര്യം ഞാൻ പറഞ്ഞ കേക്ക്. നിങ്ങൾ എന്താ വെച്ചോ, നിങ്ങൾ രസാകർത്താക്കളാണ്. നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങൾ അറിയില്ല. അത് അധ്യാപകരാണ്. ഇപ്പൊ ഈ പറഞ്ഞ മാതിരിയുള്ള മാസുമാരാണ് ഈ കുട്ടികളെ മനസ്സിലാക്കണത്. ഇതിലിപ്പോ കുട്ടികളെ മനസ്സിലാക്കണ കുഴപ്പമൊന്നും ഇല്ലല്ലോ. നിങ്ങൾ ഇനിയിപ്പോ എന്ത് വർത്താനം പറഞ്ഞാലും എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങൾ ഇവിടുന്ന് പോയിക്കാളിപ്പോ. എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾക്ക് പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കഴിക്കുവോ? നിങ്ങൾ എന്താ ഈ കാശ് പറഞ്ഞിട്ട് ആളടങ്ങറാക്കണേ? എല്ലാവരും വേണ്ടി കാശിന് വേണ്ടിട്ട് ജീവിക്കാൻ വിചാരിക്കരുത്. നിങ്ങൾ മറ്റേ 2 പാർട്ടിക്കാർ അവർക്ക് പൈസ കൊടുത്തപ്പോ അവര് ശരി പറഞ്ഞല്ലോ. നിങ്ങൾ എന്ത് വർത്താനം ഈ പറഞ്ഞു? വീട്ടിൽ കയറി വന്നിട്ട് പോയിക്കാളി. നിങ്ങൾ അവരുടെ അടുത്ത് പോയിക്കാളി. ഇന്റെ അടുത്ത് വർത്താനം പറയണ്ടോ? എന്താ ചെയ്യാ? ഇവിടെ കറന്ന് ബഹളം വെക്കണ്ട. എന്റെ സ്വഭാവം അറിയില്ല. എനിക്ക് എന്റെ സൂര്യനിരിക്കണ്ടോ കുട്ടികളെ പഠിപ്പിക്കാൻ? സൂര്യന് ഇവിടുന്ന് കളി. എന്റെ കുടുംബത്തുകാർ വന്നിട്ട് അങ്ങോട്ട് പോയി. ഇങ്ങോട്ട് പുറത്തുകള വഴി അങ്ങടാണ്. എവിടേക്കാ പോണങ്ങള്? അങ്ങോട്ട് കടന്നു പോകും. എന്റെ അടുത്തേക്കല്ല. എന്റെ കുട്ടീനും കൊണ്ട് ഈ തട്ടിലേക്ക് പോയാ ഞാനും കാണിച്ചു തരുന്നുണ്ട്. കാലില്ലാതെ ഡാൻസ് മാഷ്മാരെ കാണാൻ മഹാവൃത്തിയുടെ ആയിരിക്കും. അതിന് നല്ലത് കാലില്ലാണ്ട് ഈ തണ്ടം പോയിക്കടോ. ജാതി വർത്താനത്തിൽ പോയി നിൽക്കുന്ന നേരം കൊണ്ട് അത് തിരക്കടില്ല. ഇജാതി കുറെ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കുട്ടികളെ നശിപ്പിക്കാനായിട്ട്. കല എന്ന് പറഞ്ഞ ബോധമില്ല. സാധനങ്ങള്
മനുഷ്യന്റെ മൂടും പോയി. ഞാൻ പോവാ എവിടേക്കെങ്കിലും.